നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഓപ്പോ ഒരു പുതിയ ഫോൺ കൂടി അവതരിപ്പിച്ചു. അതായത് ഓപ്പോ A33 ആണ് അവർ അവതരിപ്പിച്ച ഫോൺ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഓപ്പോ A33യുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂവും അതോടൊപ്പം ഈ ഫോൺ ഇറങ്ങിയ പ്രൈസ് റേഞ്ചിൽ ഇതൊരു നല്ല ചോയ്സ് ആണോ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ വിലയിരുത്തുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഈ ഓപ്പോ A33 എന്നത് പ്രധാനമായിട്ടും ഓഫ്ലൈൻ മാർക്കറ്റിന് വേണ്ടി അവതരിപ്പിച്ച ഫോണാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോൺ ഡിസ്പ്ലേയുടെ കാര്യം നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേ എന്നത് 6.5 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 90 ഹെർട്സിന്റെ ഒരു കൂടിയ ഫാസ്റ്റ് റീഫ്രഷ് റേറ്റും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. അതോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഇനി ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോണിൽ 120 ഹെർട്സിന്റെ വരെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. ഇനി നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫോൺ എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ്. കാരണം നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു കൂടിയ റിഫ്രഷ് റേറ്റ് പാനലൊക്കെ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിലെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 460 ആണ് നമുക്ക് പ്രൊസസറായിട്ട് ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 460 ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ യൂസിന് വലിയ ഇഷ്യൂസ് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഒരു അല്പസ്വല്പം ഗെയിമിംഗ് കൂടി ഈ ഫോണിൽ കളിക്കാൻ പറ്റും. ഒരു അഗ്രസീവായിട്ട് നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു അല്പം ലാഗ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. അതോടൊപ്പം ഇതിലെ സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്നത് ColorOS 7.2 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ എന്ന് പറയുന്നത് Android 10 ബേസ്ഡുമാണ്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ ഫോൺ ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. കാരണം നമുക്കൊരു നോർമൽ യൂസിന് നമുക്ക് യാതൊരു ഇഷ്യൂസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. ഇനി ഈ ഫോണിന്റെ ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. 13 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്ക് ഒരു 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും നമുക്ക് ഈ ഫോണിൽ റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും നമുക്ക് ഈ ഫോണിൽ ഫ്രണ്ടിൽ ലഭിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഫോണിൽ ഒരു അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ ഫോണിൽ യാതൊരു ന്യൂനതകളും പറയാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഫോണിൽ 3.5 ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസറും അടക്കം നമുക്ക് എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പോ A33 ഒരൊറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 3GB 32GB എന്നൊരു വേരിയന്റ് മാത്രമാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,990 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പോ A33 എന്ന് പറയുന്നത് ഒരു നല്ല ഫോൺ തന്നെയാണ്. പക്ഷെ ആ ഫോണിന്റെ പ്രൈസ് എനിക്ക് ഒരല്പം കൂടുതലായിട്ടാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഫോണിൽ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ആ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് 90 ഹെർട്സിന് ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് പാനൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ ഫോണിൽ 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും റിവേഴ്സ് ചാർജിങ്ങും എല്ലാം നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിനേക്കാട്ടിലും ഒരുപാട് മികച്ചതായിട്ടുള്ള കുറെ അധികം ഫോണുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഓപ്പോ A33 ഒരല്പം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നോർമൽ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പോ A33 എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. കാരണം ഈ ഓപ്പോ A33 എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഓഫ്ലൈൻ മാർക്കറ്റുകളെ തന്നെയാണ്. അതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് ഒരു പ്രോഡക്റ്റ് അത് ഓപ്പോ പ്രോഡക്റ്റ് മേടിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഓപ്പോ A33. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതും വരെ